പരിശോധിക്കാം. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്നും തത്സമയം ചേരുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഷഹീദ്, കോഴിക്കോടേക്ക് തന്നെ ഹോട്ടലുകളുടെ സ്ഥിതി എന്താണ്? വലിയ ആശങ്കയാണ് എല്ലാവരും, ഹോട്ടൽ ഉടമകളൊക്കെ പങ്കുവയ്ക്കുന്നത്. അത് ശരിക്കും ഇത് ഉള്ളത് തന്നെയാണോ? പ്രതീക്ഷ, തീർച്ചയായും കോഴിക്കോട്ടെ കേരളത്തിൻ്റെ ഒരു ഫുഡ് സിറ്റിയാണ്. നിരവധി ആളുകൾ ഭക്ഷണത്തിനായി ഹോട്ടലുകൾ ആശ്രയിക്കുന്ന സ്ഥലമാണ്. അത്തരമൊരു സ്ഥലത്ത് ഇപ്പോൾ അതിൻ്റെ ആശങ്ക, ഈ LPG ലഭ്യമാകാത്തതിൻ്റെ ആശങ്ക ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിൽക്കുന്നത് ശരവണ ഹോട്ടലാണ്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഭക്ഷണത്തിനൊക്കെ ആശ്രയിക്കുന്ന ഹോട്ടലാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ LPG സിലിണ്ടറുകളുടെ അപര്യാപ്തത അല്ലെങ്കിൽ ആവശ്യത്തിന് കിട്ടാത്തൊരു സാഹചര്യം ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 4 സിലിണ്ടറുകൾ മാത്രമാണ് ഇന്ന് അവർക്ക് ലഭിച്ചത്. 8 സിലിണ്ടറായിരുന്നു ആവശ്യമുണ്ടായിരുന്നു. 7-8 സിലിണ്ടർ ആവശ്യമുള്ളിടത്ത് 4 സിലിണ്ടറാണ് ഇന്ന് കിട്ടിയത്. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തുറക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വേറെ കിട്ടിയിട്ട് വേണം. പിന്നെ നാളെ ഇപ്പോൾ അടച്ചിടേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ അവരോടൊരു നല്ല റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. നാളെ തരുന്ന ഗ്യാസ് ഏജൻസി എന്താ പറയുന്നത്? ഗ്യാസ് ഏജൻസി നാളെ ഒരു നല്ല നമുക്ക് അനുകൂലമായിട്ട് മറുപടിയും തന്നിട്ടില്ല. നാളെ അവർക്ക് ഗ്യാസ് ഫില്ല് ചെയ്ത് വന്നെങ്കിലേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. നാളെ തുറക്കാൻ പറ്റും, തീർച്ചയായും തുറന്ന് റണ്ണിങ് ആവണമെങ്കിൽ എന്തായാലും അടുത്ത സിലിണ്ടർ വരണം. ഇപ്പോഴുള്ള സ്റ്റോക്ക് കൊണ്ട് കഴിയില്ല. വരും ദിവസങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്താണ് 20 ദിവസങ്ങളൊന്നും അവർക്ക് പുതുതായിട്ട് ഗവൺമെൻറ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ ഇപ്പം തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടിയിട്ട് മറ്റു ഹോട്ടലുകളിലും സമാനം തന്നെ. സമാന സ്ഥിതി തന്നെ. അസോസിയേഷൻ ഇപ്പം അന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് അസോസിയേഷൻ മന്ത്രിനെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് അനുകൂല മറുപടി ഒന്നും വന്നിട്ടില്ല. ഇന്ന് പ്രധാനമന്ത്രിയായിട്ട് ചർച്ച ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. പ്രതീക്ഷ, കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെ സ്ഥിതിയാണ്. കോഴിക്കോട്ടെ ബീച്ച് സ്ഥലത്തൊക്കെ റംസാൻ കാലം അല്ലാതെയൊക്കെ നിരവധിയായി ചില ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്കൊന്നും തീരെ സിലിണ്ടറുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് വൻകിട ഹോട്ടലുകൾ സ്ഥിരമായി സിലിണ്ടറുകൾ വാങ്ങുന്ന ഹോട്ടലുകൾക്ക് പരിമിതമാണെങ്കിൽ കൂടി ലഭ്യമാക്കാനുള്ള സൗകര്യം എടുക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ചില ഹോട്ടലുകൾ പെട്ടെന്ന് തന്നെ തുടങ്ങുന്ന തരത്തിലുള്ള ചില ഹോട്ടലുകൾക്കൊന്നും ഒരു സിലിണ്ടറും കിട്ടാത്ത സാഹചര്യമുണ്ട്. ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്, സിലിണ്ടർ കിട്ടുന്നില്ല, ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നില്ല. ഹോട്ടലൊക്കെ അടച്ചിടേണ്ടി വരുന്നതാണ് പറയുന്നത്. ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മളിപ്പം ഒരുപാട് ജോലിക്ക് വരുന്ന ആളുകളൊക്കെ ആശ്രയിക്കുന്ന ഹോട്ടലിലൊക്കെയാണ്. അപ്പം ഹോട്ടൽ അടച്ചിടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇപ്പം അമ്മേൻ്റെ കേസിലാണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അമൃതം പൊടിയാണ്, ഗവൺമെൻറ്റിൻ്റെ തന്നെ. അപ്പോൾ അവിടെ LPG കിട്ടാത്തത് കൊണ്ട് നിർത്തി വെക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എല്ലാവരെയും മൊത്തത്തിലൊരു ഒരു ഇതിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് പ്രധാനപ്പെട്ട ഹോട്ടലുകൾ ആശ്രയിക്കുന്ന ഒരു നഗരം കൂടിയാണല്ലോ ആളുകൾ. അതെ അതെ അതെ, കുറേ ആളുകൾ പുറത്തു നിന്നൊക്കെ വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന അത്രയും യാത്ര ചെയ്ത് വരുന്ന ആളുകൾക്കൊക്കെ ഇത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് എന്തായാലും നയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാദൃശ്ചികമായ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആൾ പറയുന്നത് ഹോട്ടലുകൾ മാത്രമല്ല, അവരുടെ മറ്റ് വ്യവസായ കേന്ദ്രങ്ങൾ കൂടി. എന്താ അമ്മ, അവിടെ ഗ്യാസിന്റെ പ്രശ്നം എന്താണുള്ളത്? ഗ്യാസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയിപ്പം ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടാണ്ടാകുമ്പോൾ ഞങ്ങൾ വറുത്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റ് ആണോ? അമൃതം ഫുഡ്. അപ്പം അംഗനവാടിക്കുള്ള കുട്ടികൾക്കുള്ള ഫുഡാണ്. അപ്പോൾ അതില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അടച്ചിടേണ്ടി വരും ഗ്യാസ് ഇല്ലെങ്കിൽ. പക്ഷേ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഹോട്ടൽ ഭക്ഷണത്തിനെ ബാധിക്കുന്നതും ഹോട്ടൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റ് വ്യവസായ സംരംഭങ്ങളെ, ഗ്യാസ് ഉപയോഗിക്കുന്ന മറ്റ് സംരംഭങ്ങളെയും അത് ബാധിക്കും. മുഹമ്മദ് ഷഹീദ്